വടക്കിൻ്റെ വസന്തോത്സവം എന്നറിയപ്പെടുന്ന പൂരോത്സവത്തിൻ്റെ ആകർഷകങ്ങളിൽ ഒന്നാണ് പത്മശാലിയ പൊറാട്ട്. പൂരോത്സവത്തിൻ്റെ ആദ്യ ദിനമായ കാർത്തികയിലാണ് പിലിക്കോട് തെരു സോമേശ്വരി ക്ഷേത്രത്തിൽ നിന്ന് പത്മശാലിയ പൊറാട്ട് ആരംഭിക്കുന്നത്. കാഞ്ഞങ്ങാട് ലക്ഷ്മി നഗർ തെരു അറയിൽ ഭഗവതി ക്ഷേത്രം, വെള്ളിക്കോത്ത് അതിയാൽ തെരു ചൂളിയാർ ഭഗവതി ക്ഷേത്രം, പയ്യന്നൂർ തെരു അഷ്ടമച്ചാൽ ഭഗവതി ക്ഷേത്രം, നീലേശ്വരം തെരു അഞ്ഞൂറ്റമ്പലം വീരർക്കാവിലും ഇപ്പോഴും ശാലിയ പൊറാട്ട് നടന്നു വരുന്നുണ്ട്. പൂരംകുളിയുടെ സമാപന ദിവസത്തിന് 2 ദിവസം മുമ്പാണ് നീലേശ്വരം തെരു അഞ്ഞൂറ്റമ്പലം വീരർക്കാവിൽ പത്മശാലിയ പൊറാട്ട് അരങ്ങേറുന്നത്. നമ്മളെ രണ്ടാളും വിളിക്കും. കാരണം വെച്ചാൽ നമ്മളെ കളി എന്ന് പറഞ്ഞാൽ അറിയിട്ടിട്ട് ഇളക്കിയിട്ടുള്ളൊരു കളിയാണ്. കാല് പൊക്കിയിട്ടുള്ള നല്ല കാല് പൊക്കിയിട്ട് ഇയാൾ ലെഗിൻസ് ഇടും. പക്ഷെ എനിക്ക് ലെഗിൻസ് ഒരു അലർജി ആയതുകൊണ്ട് പിന്നെ അത് പൊക്കാൻ വേണ്ടി നോക്കുന്ന ആള്. പിന്നെ എന്തോ ഭാഗ്യം നമ്മ വെളുത്തിട്ട് ജനിച്ചതുകൊണ്ട് അതുകൊണ്ട് നമുക്കിപ്പോൾ എല്ലാ സ്ഥലത്തും പോവാം. ഏതോ വ്യക്തി പറഞ്ഞിലേക്ക് കലാമണ്ഡലം ഇത് സത്യഭാവ ഓള് പറഞ്ഞ കർത്താളൊന്നും ശരിയില്ല, കളിച്ചാൽ ശരിയാവില്ല. ഈ കളിക്കുന്ന സ്ഥലമില്ലേ എല്ലാം കറുത്തല്ലേ. നിങ്ങൾ ലൈറ്റ് ഇട്ട് ഇടുന്നതിന് മുമ്പേ കറുത്തിട്ടല്ലേ ഉണ്ടാവില്ല, ലൈറ്റ് ഇട്ടാലല്ലേ വെളുപ്പാവും. അപ്പം അതുമാതിരി തന്നെ സമൂഹത്തിൽ നടക്കുന്ന സമകാലിക സംഭവങ്ങളെ ആക്ഷേപഹാസ്യത്തിലൂടെ അവതരിപ്പിച്ചാണ് പൊറാട്ട് വേഷങ്ങൾ അരങ്ങിലെത്തുന്നത്. ആനുകാലിക സംഭവങ്ങൾക്ക് നേരെ പൊറാട്ട് വേഷങ്ങൾ ആക്ഷേപഹാസ്യത്തിൻ്റെ വിരൽ ചൂണ്ടിയപ്പോൾ കാണികളായി എത്തിയവർ ആർത്തു ചിരിച്ചു. ശരി, നീ പറഞ്ഞ കണക്ക് രാമേട്ടൻ്റെ അണ്ടി നല്ല മൂത്ത അണ്ടി തന്നെയാണ്, ഇല്ലാന്ന് ഞാൻ ഒരു കുറവും പറയുന്നില്ല. പക്ഷേ ബാബുവേട്ടൻ്റെ അണ്ടി ഇപ്പം ഇവിടെ ഒരു സംസാര വിഷയമുണ്ട്, തീരെ പോരാത്. ബാബുവേട്ടൻ്റെ അണ്ടി ഇപ്പം പോരാന്ന് മുമ്പത്തെ പോലെ ഒന്നല്ല. വയസ്സായി അയാൾക്ക് പിന്നെ അയാൾക്ക് പണിയെടുക്കാൻ പറ്റിയെങ്കിലോ അണ്ടി നല്ലാവോ. ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, സ്ത്രീജനങ്ങൾ ഒറ്റക്കാലം നിൽക്കേണ്ട സമയം അതിക്രമിച്ചു. ഏത് പണിയും സന്തോഷത്തോടു കൂടി ചെയ്യണം. ഈ കൂട്ടായ്മ നാളെ നിങ്ങൾക്കൊരു മാതൃകയാവും. നിങ്ങൾ തിരക്കാക്കല്ലപ്പാ. പത്മശാലി പൊറാട്ട് കടന്നുപോയ വഴികളിലുടനീളം ചിരിയിൽ പൊതിഞ്ഞ ചിന്തയും വിതറി. നീലേശ്വരത്ത് നടന്ന ശാലിയ പൊറാട്ടിന് വിവിധ ഭാഗങ്ങളിൽ നിന്ന് 100 കണക്കിന് ആളുകളാണ് എത്തിയത്. സമുദായത്തിലെ കുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ പൊറാട്ടിൽ വിവിധ വേഷങ്ങൾ കെട്ടിയാടുന്നു. ഈ പൊറാട്ട് എന്നുള്ളതിന് നല്ലൊരു ഐതിഹ്യമുണ്ട്. ഇങ്ങനെ ഒരു പൊറാട്ട സാധാരണ പറയുന്നവരെ പൊറാട്ട നാടകത്തിൻ്റെ ഐതിഹ്യമല്ല ഇതിനുള്ള. അഞ്ഞൂറ്റമ്പലത്തിൽ മാത്രമല്ല, ചാരിയ സമുദായത്തിലെ ഈ 14 നഗരങ്ങളിലും ഈ പൊറാട്ടുണ്ട്. പക്ഷേ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ അന്യം നിന്ന് പോയി എന്നേ ഉള്ളൂ. ഇതിനൊരു സങ്കല്പമുണ്ട്. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളട സ്വരൂപവും ഇളങ്കുറ്റി സ്വരൂപവും തമ്മിലൊരു യുദ്ധം ഉണ്ടായിരുന്നു. ഒരു മാണിക്കക്കല്ല് എന്ന സ്ഥലത്തിന് വേണ്ടിയിട്ടൊരു യുദ്ധം. ആ യുദ്ധത്തിൽ 2 സ്വരൂപങ്ങളും തമ്മിൽ പരസ്പരം നല്ല ശക്തമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭാഗത്ത് അള്ളട സ്വരൂപവും മറ്റൊരു ഭാഗത്ത് ഇളങ്കുറ്റി സ്വരൂപവും. ഈ സ്വരൂപങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ പരാജയം ആർക്കും നേരിടാതെ ഒരു ഘട്ടം വന്നപ്പോൾ അവരുടെ കുലദൈവത്തിനെ പ്രാർത്ഥിക്കുകയും ആ ദൈവം സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ ഇളങ്കുറ്റി സ്വരൂപത്തിനെ സഹായിക്കാൻ വേണ്ടി പുറപ്പെട്ടു. അങ്ങനെ ചാമണ്ടിയും അതുപോലെ തന്നെ ചൂളിയാർ ഭഗവതിയും എല്ലാവരും തന്നെ പരസ്പര യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ നമ്മൾ യുദ്ധത്തിന്റെ ഒരു ഗതി നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടുള്ള ആ സാഹചര്യം എത്തുന്ന സമയത്ത് ഈ വേട്ടക്കൊരു മകൻ നമ്മൾ അള്ളട സ്വരൂപത്തിലുണ്ട്. ഈ വേട്ടക്കൊരു മകനെ ഇളങ്കുറ്റി സ്വരൂപം സ്വാധീനിക്കുകയും ആ സ്വാധീനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വേട്ടക്കൊരുവൻ ഈ വേഷം മാറിയിട്ട്, അതായത് ചാരപ്രവൃത്തി ചെയ്യുകയും ചെയ്തു. ആ ചാരപ്രവൃത്തി ചെയ്ത് ഈ യുദ്ധത്തിൽ കാണാൻ വന്നിരിക്കുന്ന ആൾക്കാരെയാണ് നമ്മുടെ മാപ്പിള, അതുമാതിരി മണിയാണി, അതുമാതിരി കൊയ്യോ, ഇങ്ങനെ മുഴുവൻ സമുദായ അംഗങ്ങൾ യുദ്ധം കാണാൻ നിരന്നിരിക്കുന്ന ആ കാലഘട്ടത്തിൽ ഈ മാപ്പിള ഈ സംഗതി കണ്ടുപിടിക്കുന്നു. ഈ ഇളങ്കുറ്റി സ്വരൂപത്തിന് എതിരെ നിന്നിട്ട് യുദ്ധം ചെയ്യുന്ന അനുകൂലമായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ ഈ അള്ളട സ്വരൂപത്തിന് ചാമുണ്ടി എന്തായിരുന്നു, നമ്മുടെ ചാമുണ്ടി മോളംകുടി ചാമുണ്ടിയാണ്. ആ ചാമുണ്ടി ഈ പറയുന്ന വലിച്ചു പുറത്തേക്ക് ചാടുന്നു. എൻ്റെ കണ്ണും കാത് പറ്റാത്ത സ്ഥലത്ത് മാത്രം നീ നിന്നാൽ മതി, നീ ഓടിപ്പോയിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേട്ടക്കൊരുമകനെ നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ ആട്ടി വഹിക്കുന്നു. അങ്ങനെയാണ് ഈ പ്രദേശങ്ങളൊന്നും വേട്ടക്കൊരുമകൻ ഇല്ലാതെ വന്ന സങ്കല്പം അതാണെന്നാണ് വിശ്വാസം. നമ്മളെ കല്ലുമ്മക്കായി എന്തെന്ന് സാധനം എന്നറിയാവാ കുഞ്ഞി എന്നെ വിളിക്കും. അത്ര നല്ല സാധനമാണ് സാധനമൊന്നും ഇല്ലാന്നില്ല. വലിയ ബ്രസ്റ്റ് കിട്ടിയാലേ നമുക്ക് പാല് നല്ല കണ്ടീഷനിൽ കിട്ടൂ.
കിട്ടുന്നില്ല, ഒന്നും കിട്ടുന്നില്ല. വെട്ടിട്ട് രണ്ടുകൊണ്ട് കുത്തണം, നാല് കുത്തി എല്ലാം ഉറ്റിട്ട് എടുത്താലേ അത് വന്നു. നല്ല പാകന് കണക്ക് വായിക്കടാ. ഓന് 10-43 വയസ്സായി. ഓൻ ഇപ്പവും മംഗളാക്കുന്നില്ല. ഓന് ഒരു നല്ല പെണ്ണെ കണ്ടവര് ആ പെണ്ണെ വേണ്ട. അവസാനം ഇവന് വേണ്ടി ഞാൻ പെണ്ണ് കാണാൻ പോകുമ്പോൾ അവർ പറഞ്ഞിട്ട് അറിയോ വീട്ടുകാർ, മോണി പെണ്ണില്ല, അച്ഛനി പെണ്ണെ പെണ്ണി തരാം. ഇവൻ അത്രയ്ക്ക് കൊള്ളാത്തോള്. വായിക്കണ കണക്ക്. കോയിരാജൻ നോക്കിണ്ടാ എല്ലാം ഇതിൽ കാണുന്നത് എല്ലാ ചാളിയറ പേര്. 17/2004 17,573 എന്താ രാജാ, രാജനിപ്പോ നല്ല പണിയുണ്ട്. ഓന് നല്ല പണിക്കാരാണ്. ഓനെ കണ്ടേ അറിയൂ, നല്ല ഉഷാറുണ്ട്. നീ പണിയാക്കിയിട്ട് ഞങ്ങൾക്ക് എന്താണ് പണം തരാത്ത? ഓന് വലിയ പണി, ഓ നല്ല പണിക്കാരുണ്ട്. അശോകനാ? ലോട്ടറി അശോകൻ. ഓന് വലിയ കള്ളൻ. മികളെപുത്ത് ബാംഗ്ലൂർ അസ്സ പറഞ്ഞില്ല എന്നാണ്? മികളെപുത്ത് ബാംഗ്ലൂർ അസ്സ. പൂക്കളുള്ള സാധനം തന്നെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അത് അതേപോലെ കൊണ്ടുവന്നിട്ടുണ്ട്, പൂക്കളുള്ള സാധനം. പിന്നെ എനിക്ക് ഇവിടുത്തെ ഇരിക്കുന്ന സ്ത്രീജനങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ശരീരം അത് നമ്മുടെ അഭിമാനമാണ്. എന്ത് ധരിക്കണം, എങ്ങനെ നടക്കണം എന്നുള്ളത് നമ്മുടെ അവകാശമാണ്. ആ സ്വാതന്ത്ര്യം ആരുടെ മുന്നിലും അടിയറവ് വെക്കാൻ പാടില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇനി മാഷ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സംസാരിക്കട്ടെ. എനിക്ക് 1ാം ക്ലാസ്സിൽ വെള്ളടി തുടങ്ങിയ കാര്യം പറയാനുണ്ട്. 1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിൽ കിസ് കൊടുത്ത കാര്യം പറയട്ടെ. അതും ഇനി വേറെന്തെങ്കിലും ഉണ്ടാകുന്നില്ല. രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.